പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് ഊട്ടിയിൽ യുവതിക്ക് സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസാണ്. ഊട്ടിക്ക് സമീപം വണ്ണാരപ്പേട്ടിലാണ് നടുക്കുന്ന സംഭവമുണ്ടായത്. 22-കാരിയായ ആഷിക പർവീൻ കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവ് ഇമ്രാൻഖാന് പുറമെ ഇയാളുടെ സഹോദരൻ മുക്താർ, മാതാവ് യാസ്മിൻ, ബന്ധു ഖാലിദ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ജൂൺ 24-നാണ് ആഷിക പർവീണിനെ വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ ഭർതൃഗൃഹത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് ഊട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവതിയുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതി ക്രൂരമായ മർദ്ദനത്തിനിരയായതായി വ്യക്തമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആഷികയെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. സംഭവത്തിൽ ആഷികയുടെ ഭർത്താവ് ഇമ്രാൻഖാൻ, ഇയാളുടെ സഹോദരൻ മുക്താർ, ഇവരുടെ മാതാവ് യാസ്മിൻ, ബന്ധു ഖാലിഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂനെയിൽ നടന്ന ശാസ്ത്രീയ പരിശോധനയിലാണ് മരണകാരണം സൈനൈഡ് ഉള്ളിൽ ചെന്നതാണെന്ന് വ്യക്തമായത്. ഖാലിഫാണ് ഇവർക്ക് സൈനൈഡ് എത്തിച്ചു കൊടുത്തത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. மறுபடி வந்து பொண்ணு கேட்டாங்க. நாங்களும் சரின்னு கல்யாணம் பண்ணி கொடுத்தோம். அது மாமியார் ஆரம்பத்துலேருந்தே உன்னை எப்படி நான் வாழ வச்சிருவேன், நீ எப்படி வாழ்ந்துருவ, வாழ வச்சிருவேனா, நான் பார்த்துறேன்டி உன்னை வாழவே நான் வைக்க மாட்டேன், நீ இந்த வீட்டை விட்டு உன்னை தோர்த்த தாண்டி நான் செய்வேன், வாழ வைக்க மாட்டேன்டி, நான் பார்த்துடுறேன்டி அப்படி நான் ஃபஸ்ட்லேருந்தே அவங்க சொல்லித்தாங்க இருந்தாங்க. அப்போ என் பொண்ணு வந்து இதே மம்மி சொல்கிறாங்கம்மா, நான் என்னம்மா பண்ணுறது என்னம்மா பண்ணி கேட்டுட்டு இருந்தேன். அப்போ நான் சொன்னேன் விடு மகளே, அவங்க என்ன கோவத்தை சொல்கிறாங்க போல இருக்க, விடு பாப்பா விடு பாப்பா. 2021-ലാണ് ആഷികയും ഇമ്രാൻഖാനും വിവാഹിതരായത്. ഇവർക്ക് 2 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഊട്ടി.